ഹായ്, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാ സെൽസിനും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എത്തിക്കണം. അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ വേണം. അതുകൂടാണ്ട് ഈ സെൽസിലുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, നമ്മൾ പറഞ്ഞു വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ഉണ്ടാവും. പിന്നെ നൈട്രജനസ് വേസ്റ്റ് ആവാം, അതല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, അതിൻ്റെ എലിമിനേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് സബ്സ്റ്റൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ നടത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിക്സിന് പലതരത്തിലുള്ള മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ഈ സബ്സ്റ്റൻസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബോഡിയിലെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ സിംപ്ലർ ഓർഗാനിസത്തിലാണെങ്കിൽ നമ്മൾ പഠിച്ചു, പോറിഫെറയിലാണെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം, അതുപോലെ എക്കൈനോഡെർമേറ്റയിൽ വാട്ടർ വാസ്കുലർ സിസ്റ്റം, അങ്ങനെയൊക്കെ സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പല വഴികളുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഹയർ ഓർഗാനിസംസ് ആണ്, നമ്മളാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ഓർഗാനിസംസ്. അപ്പോൾ ഹയർ ഓർഗാനിസത്തിൽ മെയിനായിട്ടും ബോഡി ഫ്ലൂയിഡ്സ് ആണ് സഹായിക്കുന്നത്. ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആണുള്ളത് മെയിനായിട്ടും നമ്മുടെ ശരീരത്തിൽ, ബ്ലഡും ലിംഫും. ബ്ലഡാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ലിംഫും ഉണ്ട് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഈ ബ്ലഡിൻ്റെയും ലിംഫിൻ്റെയും കമ്പോസിഷൻ എന്താണ്, ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഇതെങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് പ്രോപ്പർട്ടീസ്, എങ്ങനെയാണ് മെക്കാനിസം ഓഫ് സർക്കുലേഷൻ, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യം. നിങ്ങളുടെ ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ തന്നെയാണ് ഈ PDF-ലും കാണുന്നത്, പക്ഷെ അത് ആ ഓർഡറിലായിരിക്കില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഓർഡർ നോക്കിയിട്ട്, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റിലുണ്ടാവും, അത് ആ ടെക്സ്റ്റിലെ ഓർഡറിലായിരിക്കില്ലേ പറയുന്നത്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തിനാണ് സർക്കുലേഷൻ നടക്കുന്നത്? അതായത് സബ്സ്റ്റൻസസിൻ്റെ ട്രാൻസ്പോർട്ടിനാണ് സർക്കുലേഷൻ നടക്കുന്നത്. Circulation is the transport of nutrients, oxygen, carbon dioxide and excretory products to concerned tissues or organs. For circulation, simple organisms, നമ്മൾ പറഞ്ഞു സ്പോഞ്ചസിനൊക്കെ ആണെങ്കിൽ വാട്ടറാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. കോംപ്ലക്സ് ഓർഗാനിസംസ് ആണെങ്കിൽ ബ്ലഡും ബോഡി ഫ്ലൂയിഡും ഒക്കെ. ഇനി ടൈപ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, അത് നമ്മൾ ഇതിനു മുമ്പ് ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചതാണ്. സർക്കുലേറ്ററി സിസ്റ്റത്തിനെ രണ്ടായി തിരിക്കാം എന്ന് പറഞ്ഞു, ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയാം, ഹിയർ ദ ബ്ലഡ് ഇസ് പമ്പ്ഡ് ബൈ ദ ഹാർട്ട് ദാറ്റ് പാസസ് ത്രൂ ദ ലാർജ് വെസൽസ് ഇൻ ടു ഓപ്പൺ സ്പേസസ് ഓർ ക്യാവിറ്റീസ് കോൾഡ് സൈനസസ്. ആ ക്യാവിറ്റിക്ക്, ഒഴുകുന്ന ബ്ലഡിൽ ഹീമോലിംഫ് എന്ന് പറയും. ആ ക്യാവിറ്റിക്ക് നമ്മൾ ഹീമോസീൽ എന്ന് പറയും. അതിന് ആർത്രപ്പോഡ്സും മൊളസ്കും ഒക്കെയാണ് എക്സാമ്പിൾ. ഇതുപോലെയാണ് നടക്കുന്നത്. നോക്കിയേ, ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് എന്തിലേക്ക് പോകും? പുറത്ത് ഈ കാണുന്നതാണ് സൈനസസ് എന്ന് പറയുന്നത്, ക്യാവിറ്റീസിലേക്ക് ഇതുവഴി മൂവ് ചെയ്ത് ഇങ്ങനെ ക്യാവിറ്റീസിലേക്ക് പോകും. അപ്പോൾ ബ്ലഡ് ഫ്ലോസ് ത്രൂ ക്യാവിറ്റീസ് എന്ന് അതിന് പറയുന്ന പേരാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അത് ആർത്രപ്പോഡ്സിലും മൊളസ്കിലും ഒക്കെയാണ് കാണുന്നത്. ഇനി ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിൽ നോക്കിയേ, ഈ രണ്ട് ഡയഗ്രാം നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിൽ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് എങ്ങനെ വരും? ചെറിയ ചെറിയ ആർട്ടറീസിൽ കൂടെ വരും. എന്നിട്ട് അത് കാപ്പിലറീസൊക്കെ ആയിട്ട് മാറും. എന്നിട്ടത് ടിഷ്യൂസിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് എത്തും. അങ്ങനെയാണ് ആ പ്രോസസ് നടക്കുന്നത്. അതായത് ട്യൂബുലാർ സ്ട്രക്ചേഴ്സിൽ കൂടിയാണ് എന്ത് നടക്കുന്നത്? ഈ പറയുന്ന സർക്കുലേഷൻ നടക്കുന്നത്. Blood pumped by the heart is circulated through blood vessels, tubular structures, that is called blood vessels. ആ ബ്ലഡ് വെസൽസ് പലതരത്തിലുണ്ടാവും. ആർട്ടറീസ് ആവാം, കാപ്പിലറീസ് ആവാം. ആർട്ടറീസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പ്യുവർ ബ്ലഡ് ഒഴുകുന്നതാണ് ആർട്ടറീസ് എന്ന് പറയുന്നത്, ഓക്സിജനേറ്റഡ് ബ്ലഡ്. വെയിൻസ് മീൻസ് ഇംപ്യുവർ ബ്ലഡ്, ദാറ്റ് ഈസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. കാപ്പിലറീസ് എന്ന് പറയുന്നത് ഫൈൻ നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസിനെയാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് മോർ അഡ്വാൻറ്റേജസ് ആസ് ദ ഫ്ലോ ഓഫ് ഫുഡ് ക്യാൻ ബി പ്രിസൈസ്ലി റെഗുലേറ്റഡ്. അപ്പോൾ നമുക്ക് ഈ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ആ ഫ്ലോയെ കുറച്ചും കൂടെ റെഗുലേറ്റഡ് ആക്കാൻ പറ്റും. എന്തുകൊണ്ട്? ആ ട്യൂബുലാർ സ്ട്രക്ചേഴ്സിൽ കൂടി മാത്രമാണ് ഒഴുകുന്നത്. അപ്പോൾ അത് ആ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള റൂട്ടിൽ കൂടെ മാത്രമേ ബ്ലഡ് ഒഴുകുള്ളൂ. അതുകൊണ്ട് റെഗുലേറ്റഡ് മാനറിലാണ് സർക്കുലേഷൻ ഇവിടെ നടക്കുന്നത്.
അത് കാണുന്ന അനലിറ്റ്സ് തൊട്ട് കോഡേറ്റ്സ്, അനലിറ്റ്സ് കോഡേറ്റ്സ് അതിലൊക്കെ കാണുന്നുണ്ട്. ഇനി വേർട്ടിബ്രേറ്റ്സിൻ്റെ ഹാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്. ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നേരിട്ടുള്ളതല്ല, ഇതൊക്കെ പ്രീ റിക്വസിറ്റ്സ് ആണ്. അതായത് നമ്മൾ ഇതിന് മുമ്പുള്ള ചാപ്റ്ററിൽ കണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ഡിഫറെൻറ്റ് ചേമ്പേഴ്സ് ഓഫ് ഹാർട്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഫിഷസിലാണെങ്കിൽ 2 ചേമ്പേർഡ് ഹാർട്ടാണ്. നോക്കൂ, ഫിഷസിൽ 2 ചേമ്പേർഡ് ഹാർട്ട്. ഇനി ആംഫീബിയൻസിനാണെങ്കിൽ 3 ചേമ്പേർഡ് ഹാർട്ടായിരിക്കും. ഫിഷസിൽ ഒരു ഏട്രിയും ഒരു വെൻട്രിക്കിളും ഉണ്ടാവുക. അതേസമയം ആംഫീബിയൻസിന് വരുമ്പോൾ 3 ചേമ്പേർഡ്, ദാറ്റ് ഈസ് 2 ഏട്രിയവും ഒരു വെൻട്രിക്കിളും. ഇനി റെപ്റ്റൈൽസിൽ വരുമ്പോൾ 3 ചേമ്പേർഡ് ആയിരിക്കും. അതായത് ഇൻകംപ്ലീറ്റ്ലി പാർട്ടീഷൻ ഫോർ 4th വെൻട്രിക്കിൾ. ആ 4 ആയിട്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ 3 ചേമ്പേർഡ് ഹാർട്ട്. ക്രോക്കഡൈൽസിനാണെങ്കിൽ ക്രോക്കഡൈൽസ്, അലിഗേറ്ററിനൊക്കെ 4 ചേമ്പേർഡ് ഹാർട്ട് ആയിരിക്കും. ഇനി ക്രോക്കഡൈൽസ്, ബേർഡ്സ്, മാമൽസിലൊക്കെ 4 ചേമ്പേർഡ് ഹാർട്ട്. അപ്പോൾ ഇതാണ് പറയുന്നത്. അറകൾ, ഹൃദയത്തിൻ്റെ അറകൾ എന്തുമാത്രം ഉണ്ട്, അതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്. ഇനി അതുപോലെ സർക്കുലേഷൻ, വേർട്ടിബ്രേറ്റ്സിലെ സർക്കുലേഷൻ നമ്മൾ നോക്കുമ്പോൾ പാറ്റേൺ ഓഫ് സർക്കുലേഷൻ നോക്കുമ്പോൾ 3 തരത്തിലുള്ള പാറ്റേൺ ആണ് വരുന്നത്. ഒന്ന് സിംഗിൾ സർക്കുലേഷൻ, രണ്ടാമത്തത് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ, മൂന്നാമത്തത് ഡബിൾ സർക്കുലേഷൻ. ആദ്യത്തേതാണ് സിംഗിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അത് കാണുന്ന സാധാരണ ഫിഷസിലാണ്. അതിൻ്റെ ഒരു ഡയഗ്രമാണ് കാണിക്കുന്നത്. ഹാർട്ട് റിസീവ്സ് ഇംപ്യൂർ ബ്ലഡ് ഓൺലി, ദാറ്റ് ഈസ് വീനസ് ഹാർട്ട് എന്ന് പറയും. ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലെത്തും, എന്നിട്ട് അങ്ങോട്ട് ഗിൽസിലേക്ക് എത്തും. ഗിൽസിൽ വെച്ചത് ഓക്സിജനേഷൻ നടക്കും. അതിനുശേഷം വേരിയസ് ബോഡി പാർട്സിലേക്ക് എത്തും. എന്നിട്ട് ബോഡി പാർട്സിൽ നിന്ന് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് വീണ്ടും ഹാർട്ടിലെത്തും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇതാണ് സിംഗിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ട് റിസീവ് ചെയ്യുന്നത് എപ്പോഴും ഏത് ബ്ലഡിനെ ആയിരിക്കും? ഇംപ്യൂർ ബ്ലഡിനെ മാത്രമായിരിക്കും. നോക്കിയേ, ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് പോയി, ഹാർട്ടിൽ നിന്ന് ഗിൽസിലേക്ക് പോയി, ഗിൽസിൽ ഓക്സിനേറ്റഡ് ബ്ലഡായിട്ട് മാറും. എന്നിട്ട് അവിടുന്ന് വേരിയസ് ബോഡി പാർട്സിലേക്ക് പോകും. ബോഡി പാർട്സിലെത്തുമ്പോൾ പിന്നെയും ഡീഓക്സിനേഷൻ ബ്ലഡാണ് വരുന്നത്, അത് ഹാർട്ടിലേക്ക് വരും. അങ്ങനെ ഈ സർക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് സിംഗിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഫിഷസിലൊക്കെ കാണും. ഇനി അടുത്തത് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷനാണ്. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അത് കാണുന്നത് ആംഫീബിയൻസിലും റെപ്റ്റൈൽസിലും ഒക്കെയാണ്. ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് ഓറിക്കിൾ, ഹാർട്ടിന് നമ്മൾ ചേമ്പേഴ്സ് വയ്ക്കുമ്പോൾ ഓറിക്കിൾ, വെൻട്രിക്കിൾ എന്നാണ് വയ്ക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഓറിക്കിൾ റിസീവ്സ് ഓക്സിഡേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഗിൽസ് ഓർ ലങ്സ് ഓർ സ്കിൻ. ആംഫീബിയൻസിന് ഈ 3 തരത്തിലുള്ള റെസ്പിറേഷനും ഉണ്ട്. ലങ്സ്, സ്കിൻ, ക്യൂട്ടേനിയസ്, പൾമണറി, ബക്കൽ. അതുപോലെ ചില ആംഫീബിയൻസിന് ഗിൽ റെസ്പിറേഷനും ഉണ്ട്. അതാണ് ഇത് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയം, ഇടത് ഭാഗത്തുള്ള ഓറിക്കിൾ എന്ത് ചെയ്യും? ഓക്സിജനേറ്റഡ് ബ്ലഡിനെ, ശുദ്ധരക്തത്തിനെ റിസീവ് ചെയ്യും. എവിടുന്ന്? ഗിൽസ് അല്ലെങ്കിൽ ലങ്സ് അല്ലെങ്കിൽ സ്കിന്നിൽ നിന്ന്. റൈറ്റ് ഏട്രിയോ ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെയാണ് സ്വീകരിക്കുക ഫ്രം അതർ ബോഡി പാർട്സ്, വേറെയുള്ള ബോഡി പാർട്സിൽ നിന്ന്. എങ്ങനെയായാലും ഇത് മിക്സ് ചെയ്യും. കാരണം അവിടെ ഒരു സിംഗിൾ വെൻട്രിക്കിളേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ആംഫീബിയൻസിലൊക്കെ 3 ചേമ്പേർഡ് ഹാർട്ടാണ്, അതായത് 2 ഓറിക്കിളും ഒരു വെൻട്രിക്കിളും. അപ്പോൾ ഈ ഓറിക്കിൾ രണ്ടും ഡിഫറെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓറിക്കിളിലേക്ക്, ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെയും റൈറ്റ് ഓറിക്കിളിലേക്ക് ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെയൊക്കെ കൊണ്ടുവരും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ വെൻട്രിക്കിളിലേക്ക് നോക്കിയേ, ഇതാണ് കാണുന്നത്, കണ്ടോ? ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്, ഇത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അപ്പോൾ ഇത് ലെഫ്റ്റ് ഓറിക്കിൾ, ഇത് റൈറ്റ് ഓറിക്കിൾ. ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവന്നു. അതുപോലെ റൈറ്റ് ഓറിക്കിളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെയും കൊണ്ടുവന്നു. ബട്ട് ദേ ഗെറ്റ് മിക്സ്ഡ് അപ്പ് ഇൻ എ സിംഗിൾ വെൻട്രിക്കിൾ. പക്ഷെ അത് രണ്ടും കൂടി മിക്സപ്പ് ചെയ്യും, കാരണം അവിടെ ഒരു വെൻട്രിക്കിളേ ഉള്ളൂ. വെൻട്രിക്കിൾ പമ്പ്സ് ഔട്ട് മിക്സഡ് ബ്ലഡ്. ഇനി വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന എങ്ങനത്തെ ബ്ലഡായിരിക്കും? വെൻട്രിക്കിൾ പുറത്തേക്ക് പമ്പ് ചെയ്യേണ്ടത് ഇങ്ങനെ പോകുന്നുണ്ട്, അത് മിക്സ്ചറായിരിക്കും. പറയുന്നത് മനസ്സിലാവുണ്ടോ?
ഈ ഇൻകംപ്ലീറ്റ് സിംഗിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷസിൽ കാണുന്നതാണ്. ഫിഷസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും ആണുള്ളത്. അപ്പോൾ ഹാർട്ടിലേക്ക് ബ്ലഡ് വരുന്നത് എപ്പോഴും ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും. ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് വരും. എന്നിട്ട് ഹാർട്ടിൽ നിന്ന് അത് ഗിൽസിലേക്ക് അല്ലെങ്കിൽ ഗിൽസിലേക്ക് പോകും. ഗിൽസിൽ വെച്ച് ഓക്സിജനേഷൻ ചെയ്യും. അത് കഴിഞ്ഞ് ബോഡി പാർട്സിലേക്കൊക്കെ പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് വരും. അത് തിരിച്ച് ഹൃദയത്തിലേക്ക് പോകും. ഇതാണ് സിംഗിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞത്. ഇനി ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓറിക്കിൾ 2 ഓറിക്കിളുണ്ട് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഒരു ഓറിക്കിളിലേക്ക് ഡീ ഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡിനെ സ്വീകരിക്കും, ഒരു ഓറിക്കിളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെയും സ്വീകരിക്കും. ബട്ട് these two varieties of blood get mixed up in the ventricle since there is only one ventricle. നമുക്ക് കാണാം ഇവിടെ 2 ഓറിക്കിൾ ഉണ്ട്, പക്ഷേ ഒരു വെൻട്രിക്കിളേ ഉള്ളൂ. ആ വയലറ്റ് കളറിൽ കാണുന്നതാണ് വെൻട്രിക്കിൾ. അപ്പോൾ വെൻട്രിക്കിളിൽ വെച്ച് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യപ്പെടും. എന്നിട്ട് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്നത് മിക്സഡ് ബ്ലഡിനെ ആയിരിക്കും. അടുത്താണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഡബിൾ സർക്കുലേഷൻ നമ്മളുടെ ബേർഡ്സിലും മാമൽസിലും ഒക്കെ കാണുന്നതാണ്. അതെങ്ങനെയാണ് വരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ഓറിക്കിളിലേക്ക് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് വരും. ഇറ്റ് പാസസ് ഓൺ ടു റൈറ്റ് വെൻട്രിക്കിൾ. എന്നിട്ട് അത് റൈറ്റ് ഓറിക്കിളിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. അതുപോലെ ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് വരും ലങ്സിൽ നിന്ന്. ഇറ്റ് പാസസ് ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എന്ത് വരും? ഇംപ്യൂർ ബ്ലഡും ലെഫ്റ്റ് സൈഡിലേക്ക് പ്യൂർ ബ്ലഡും വരും. എന്നിട്ട് ഈ ഓറിക്കിളിൽ വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് വെൻട്രിക്കിൾ ഉണ്ടാവും. അപ്പോൾ വെൻട്രിക്കിളിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് പോകും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഓക്സിജനേഷന് വേണ്ടിയിട്ട്. അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ്, അത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ബ്ലഡ് ബാക്കിയുള്ള ബോഡി പാർട്സിലേക്കൊക്കെ പോകാൻ വേണ്ടി അയോട്ടയിലേക്ക് എൻട്രി ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്ന ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെൻട്രിക്കിൾ പമ്പ് ഔട്ട് ചെയ്യുന്ന ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മിക്സിങ് അപ്പൊന്നും ഉണ്ടാവില്ല. അതായത് കംപ്ലീറ്റ്ലി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും. വ്യത്യാസം മനസ്സിലായോ ഇതിൻ്റെ? സിംഗിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് പോവും. ഹാർട്ടിൽ നിന്ന് ഗിൽസിലേക്ക് പോവും ഫോർ ഓക്സിജനേഷൻ. ഫ്രം ഗിൽസ് ദിസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് റീച്ചസ് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് പോയി. എന്നിട്ട് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡി പാർട്സിൽ നിന്ന് ഹാർട്ടിലേക്ക് വീണ്ടും വരും. ആ സൈക്കിൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ വരാൻ കാരണം ഇവിടെ 2 ഓറിക്കിൾ ഉണ്ട്, പക്ഷേ വെൻട്രിക്കിൾ ഒന്നേ ഉള്ളൂ. അപ്പോൾ റൈറ്റ് ഓറിക്കിളിലേക്ക് ഇംപ്യൂർ ബ്ലഡ് വരും, ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് പ്യൂർ ബ്ലഡ് വരും. പക്ഷേ ഇത് രണ്ടും കൂടി ഒറ്റ വെൻട്രിക്കിളല്ലേ ഉള്ളൂ. അപ്പോൾ വെൻട്രിക്കിളിൽ വെച്ച് മിക്സപ്പ് ചെയ്യും. അതുപോലെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേർഡ്സിലും മാമൽസിലും ഒക്കെയാണ് കാണുന്നത്. റൈറ്റ് ഓറിക്കിൾ എന്ത് ചെയ്യും? ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ സ്വീകരിക്കും. റൈറ്റ് ഓറിക്കിൾ എപ്പോഴും വരുന്ന ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും. എന്നിട്ടത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പാസ് ചെയ്യും. ഓറിക്കിൾ മുകളിലിരിക്കുന്നു, വെൻട്രിക്കിൾ താഴെ ഇരിക്കുന്നു. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് റൈറ്റ് ഓറിക്കിൾ, ഇതാണ് ലെഫ്റ്റ് ഓറിക്കിൾ, ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. നോക്കിയേ. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയം റിസീവ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ലെഫ്റ്റ് ഓറിക്കിൾ എപ്പോഴും ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് സ്വീകരിക്കുക. അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ദെൻ വെൻട്രിക്കിൾ പംപ്സ് ഇറ്റ് ഔട്ട് സെപ്പറേറ്റ്ലി വിത്തൗട്ട് എനി മിക്സിംഗ് അപ്പ്. അപ്പോഴും ഒരു മിക്സിംഗ് അപ്പും ഉണ്ടാവില്ല. ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഡിവിഷനൊക്കെയാണ് പറയുന്നത്. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഡിവിഷൻസ്. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ബ്ലഡിൻ്റെ കമ്പോണൻസ് ആണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും മേജറായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയാൻ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ആൻഡ് ലിംഫാണ്. അപ്പോൾ ബ്ലഡിൻ്റെ കമ്പോണൻസ്, അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം, അതൊക്കെയാണ് പറയുന്നത്. ഹ്യൂമൻ ബീങ്സിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിൽ 2 ആയിട്ട് തിരിക്കാം. ഒന്ന് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റവും 2 ലിംഫാറ്റിക് സിസ്റ്റവും. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ മെയിനായിട്ട് 3 കമ്പോണൻസ് വരുന്നുള്ളൂ.
ഒന്ന് ലിംഫ്, പിന്നെ ലിംഫ് വെസൽസ്, അതായത് ലിംഫ് ഒഴുകുന്ന കുഴലുകൾ, പിന്നെ ലിംഫ് നോഡ്സ്. ആ കുഴലുകൾക്ക് ചില സ്ഥലത്ത് ഒരു എൻലാർജ്മെൻ്റ് ഉണ്ട്, അതാണ് ലിംഫ് നോഡ് എന്ന് പറയുന്നത്. ഇനി ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ആണെങ്കിൽ മെയിനായിട്ടുള്ളത് ഹാർട്ട്, പിന്നെ ഹാർട്ടാണ് പമ്പിങ് ഓർഗൻ, പിന്നീട് ബ്ലഡ് ആൻഡ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, ക്യാപ്പിലറീസ് ഉണ്ട്. ബ്ലഡ് വെസൽസ് 3 തരമുണ്ട്: ആർട്ടറീസ്, വെയിൻസ്, ക്യാപ്പിലറീസ്. ഇനി ബ്ലഡിൻ്റെ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ബ്ലഡിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ടിനെ പറയുന്ന പേരാണ് പ്ലാസ്മ. അപ്പോൾ ബ്ലഡിന് പ്ലാസ്മയും ഉണ്ട്, ഫോംഡ് എലമെൻസും ഉണ്ട്. ഫോംഡ് എലമെൻറ്റ്സ് മീൻസ് ദേ ഇൻക്ലൂഡ് 3 types of cells that are RBC, WBC and platelets. Red blood cells, അരുണ രക്താണുക്കൾ, WBC, white blood cells, അതായത് ശ്വേത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ്. ഇനി WBCയെ നമുക്ക് വീണ്ടും 2ആയിട്ട് തിരിക്കാം, ബേസ്ഡ് ഓൺ ദ ഗ്രാന്യൂൾസ് ഇൻ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസിൻ്റെ ബേസിസിൽ വീണ്ടും 2ആയിട്ട് തിരിക്കാം. അതാണ് എ ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് ഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സ് മെയിനായിട്ട് 3 തരത്തിലാണ്: ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ. എ ഗ്രാനുലോസൈറ്റ്സ് ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും. ഇനി ലിംഫോസൈറ്റ്സിൽ തന്നെയുള്ള ഗ്രൂപ്പാണ് ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും. അപ്പോൾ ഇങ്ങനെയാണ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈ സെഷനാണ്, അതായത് ബ്ലഡിൻ്റെ കമ്പോണൻസ് ആണ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ബ്ലഡിൽ പ്ലാസ്മ 55%, ഫോംഡ് എലമെൻറ്റ്സ് 45%. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് കമ്പോണൻ്റ് ആണ്. അതൊരു സ്ട്രോ കളേർഡ്, ഒരു യെല്ലോയിഷ് കളറാണ്. സ്ട്രോ വൈക്കോലിൻ്റെ കളറാണ്. സ്ലൈറ്റ്ലി ആൽക്കലൈൻ pH, അതായത് about 7.4. അതേസമയം ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ഇൻക്ലൂഡ് മേജർ ബ്ലഡ് സെൽസ്, RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ആദ്യം പറയാൻ പോകുന്ന ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിൻ്റെ പ്ലാസ്മയുടെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണ്. നമ്മൾ പറഞ്ഞു പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം തൊട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ഓർഡറിൽ വരുന്നത് കേട്ടോ. പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോ കളേർഡ് സ്ട്രക്ചറാണ്, വിസ്കസ് ആണ്. 55% ബ്ലഡും പ്ലാസ്മയാണ്. ഈ പ്ലാസ്മയിൽ തന്നെ 90 to 92% വാട്ടറാണ്. വാട്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ് സോൾവെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുക, അതായത് പ്ലാസ്മയിലെ കമ്പോണൻസിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു സോൾവെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് വാട്ടറിൻ്റെ ഫംഗ്ഷൻ. അതുപോലെ പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. അത് 6 to 8% ഈ പ്ലാസ്മയുടെ 6 to 8% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്ലാസ്മ പ്രോട്ടീൻസാണ്. പ്ലാസ്മ പ്രോട്ടീൻ 3 തരത്തിലാണുള്ളത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്മ പ്രോട്ടീൻ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 3. ദേ ആർ ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ ആൻഡ് ആൽബുമിൻ. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ ആൻഡ് ആൽബുമിൻ. പ്ലാസ്മ പ്രോട്ടീൻ 3 തരത്തിലാണ്: ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. അതിൽ ഫൈബ്രിനോജൻ്റെ ഫംഗ്ഷൻ ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്, രക്തം കട്ട പിടിക്കുക, അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്ന് പറയും. Fibrinogen is a plasma protein that helps in blood clotting. Next one is globulin. Globulin is another plasma protein which act as antibodies. Antibodies means proteins which are produced by our cells to defend against antigens. എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഏതൊരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏതൊരു പാത്തജനെയും നമ്മുടെ ബോഡി ആൻറ്റിജൻ എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ആൻറ്റിജനെതിരെ ആക്ട് ചെയ്യുന്ന പ്രോട്ടീൻസാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ആൻറ്റിജനെതിരെ ആക്ട് ചെയ്യുന്ന പ്രോട്ടീൻസാണ് ഗ്ലോബുലിൻ. ദേ ആക്ട് ആസ് ആൻറ്റിബോഡീസ്. അവർ ആൻറ്റിബോഡീസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രോട്ടീനാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. ആൽബുമിൻ എന്ന് പറഞ്ഞാൽ ദേ കൺട്രോൾ ഓസ്മോട്ടിക് ബാലൻസ്. ആൽബുമിൻ ഈസ് അനദർ proteinaceous substance, plasma protein, which controls osmoregulation and also regulate blood pressure. ഓസ്മോട്ടിക് ബാലൻസും ബ്ലഡ് പ്രഷറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്ലാസ്മ പ്രോട്ടീൻ്റെ പേരാണ് ആൽബുമിൻ. ഇനി പ്ലാസ്മയിലെ വേറെ കമ്പോണൻസ്, ഇപ്പോൾ പ്ലാസ്മയിലെ വാട്ടർ പറഞ്ഞു, സോൾവെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ പ്ലാസ്മ പ്രോട്ടീൻ പറഞ്ഞു 3 തരത്തിലാണ്: ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. ഫൈബ്രിനോജൻ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. ഗ്ലോബുലിനാണെങ്കിൽ ആൻറ്റിബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നു.
ആൽബുമിൻ ആണെങ്കിൽ ഓസ്മോട്ടിക് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാൻ ഒക്കെയാണ് ആര് ഉപയോഗിക്കുന്നത് ആൽബുമിൻ. ഇനി പ്ലാസ്മയിലെ വേറെ കമ്പോണൻസ് ആണ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ്, കൊളസ്ട്രോളൊക്കെ. ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ എനർജി കൊടുക്കുക എന്നുള്ളതാണ്, എനർജി പ്രൊഡക്ഷൻ, ഗ്രോത്ത്, അതിൻ്റെയൊക്കെ അതാണ് ഈ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ് അതൊക്കെ ചെയ്യുന്നത്. ഇനി ഇനോർഗാനിക് കമ്പോണൻസ് ആണ് സോഡിയം അയൺസ്, മഗ്നീഷ്യം അയൺസ്, ബൈകാർബണേറ്റ് അയൺ, അതാണ് HCO3. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ് ബൈകാർബണേറ്റ് അയൺ, കാൽഷ്യം അയൺസ്. ഇതൊക്കെ ബ്ലഡിൽ കാണുന്ന വേറെ ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ഓൾസോ ഗ്യാസസ്, ഡിഫറെൻറ്റ് ഗ്യാസസ് ഉണ്ടാവും, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ പോലുള്ള ഗ്യാസസ്, അത് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളെ ഒരുമിച്ച് പറയുന്ന പേരാണ്, ഒരുമിച്ച് ഉള്ളതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്മയിലെ ക്ലോട്ടിംഗ് ഫാക്ടറിനെ മൈനസ് ചെയ്താൽ, അതായത് പ്ലാസ്മ മൈനസ് ക്ലോട്ടിംഗ് ഫാക്ടർ, അതിനെയാണ് നമ്മൾ സിറം എന്ന് പറയുന്നത്. സിറം, പ്ലാസ്മ മൈനസ് ക്ലോട്ടിംഗ് ഫാക്ടർ ക്യാൻ ബി കോൾഡ് ആസ് സിറം. അപ്പോൾ ബ്ലഡ് പ്ലാസ്മ ഇതാണ് കാണിക്കുന്നതാണ് സിറം എന്ന് പറയുന്നത്. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ ഇസ് കോൾഡ് സിറം. ഈ മുകളിൽ സൂപ്പർനൈറ്റൻ്റ് ആയിട്ട് കാണുന്ന ഈ യെല്ലോയിഷ് ഫ്ലൂയിഡാണ് സിറം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? പ്ലാസ്മയിലെ കമ്പോണൻസ് ആണ് വാട്ടർ, മേജർ കമ്പോണൻറ്റ് വാട്ടറാണ്. പിന്നെ പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ് ഒക്കെ ഉണ്ട്. ഇനോർഗാനിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് ഗ്യാസസ് ഉണ്ട്. ഇത്രയും കൂടിയതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിവിഷൻ പഠിക്കുമ്പോൾ ബ്ലഡിൻ്റെ ഡിവിഷനാണ് പഠിക്കുന്നത്. ബ്ലഡിൻ്റെ ഡിവിഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് പ്ലാസ്മയും ഫോംഡ് എലമെൻസുമാണ് വരുന്നത്. പ്ലാസ്മയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നെക്സ്റ്റ് വരാൻ പോകുന്നത് ഫോംഡ് എലമെൻസ് ആണ്. ഫോംഡ് എലമെൻറ്റ്സ് അതിലാരൊക്കെ വരുന്നത് പറഞ്ഞാൽ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ് എന്ന് പറയും. ഇതാണ് ഒരു ആർട്ടറിയിലെ ഉള്ളിൽ കാണുന്ന RBC. ഈ RBCയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് RBC ആണ്. അതുപോലെ വൈറ്റ് ബ്ലഡ് സെൽസ്, ഈ കാണുന്ന ന്യൂക്ലിയേറ്റഡ് സെൽസൊക്കെ, അതായത് ഇതൊക്കെ എന്താണ് ഈ പറയുന്നത്, ഇതൊക്കെ WBCയിൽ പെടുന്നതാണ്. ഇതൊക്കെ WBC ആണ്. പിന്നെയുള്ളതാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഇനി അത് ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് നോക്കുക. എന്താണ് RBCയുടെ ഫങ്ഷൻ എന്ത്, അങ്ങനെയൊക്കെ. RBCയുടെ വേറൊരു പേരാണ് എരിത്രോസൈറ്റ്, റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ എരിത്രോസൈറ്റ്. അതിന് ആ റെഡ് കളർ, RBCക്ക് റെഡ് കളർ വരാൻ കാരണം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് ആണ്. വാട്ട് ഈസ് ഹീമോഗ്ലോബിൻ? നമ്മൾ ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചു. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോട്ടീനാണ്. ദാറ്റ് ഈസ് എൻ ഓക്സിജൻ ക്യാരിയിങ് പിഗ്മെൻറ്റ്. ഓക്സിജൻ ക്യാരി ചെയ്യുന്ന പിഗ്മെൻ്റാണ്. ഇറ്റ് ഷോസ് ക്വാട്ടേർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഇതൊക്കെ നമ്മൾ ഈ കാണുന്നത് ഹീമോഗ്ലോബിൻ. ഇറ്റ് കണ്ടെയ്ൻസ് എൻ അയൺ ഗ്രൂപ്പ്, ഹീം പാർട്ട്. അപ്പോൾ അയൺ ഗ്രൂപ്പ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ പ്രസൻസ് ആണ് RBCക്ക് റെഡ് കളറ് കൊടുക്കുന്നത്. സാധാരണ ഒരാളുടെ ബ്ലഡിൽ ഒരു 100 ml 12 to 16 gram ഹീമോഗ്ലോബിൻ വേണം സാധാരണ നോർമൽ കേസ്. അതുപോലെ നോർമൽ കേസിൽ ഒരു 5 million to 5.5 million RBC വേണം. RBC പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ്. സാധാരണ ആൾക്ക് ഇത്ര അധികം 5 to 5.5 millions പെർ ക്യൂബിക് മില്ലിമീറ്റർ ആയിട്ടുള്ള RBCയുടെ കൗണ്ട് വേണം. ഇനി RBCയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ RBC ഈസ് ഡിവോയ്ഡ് ഓഫ് ന്യൂക്ലിയസ്. RBCക്ക് ന്യൂക്ലിയസ് ഇല്ല. അതുപോലെ നേരത്തെ പറഞ്ഞു അത് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണ്. അതിന് റെഡ് കളർ വരാൻ കാരണം ഈ അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഹീമോഗ്ലോബിനാണ്. പിന്നെ ദീസ് മോളിക്യൂൾസ്, ഈ RBCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കണ്ടതാണ്. കാർബോക്സി ഹീമോഗ്ലോബിൻ, കാർബമിനോ ഹീമോഗ്ലോബിൻ എന്നൊക്കെ പറഞ്ഞു. ഇനി RBCയുടെ ലൈഫ് സ്പാൻ, സാധാരണഗതിയിൽ RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 120 days ആണ്. അത് RBC ഫോം ചെയ്യുന്നത് റെഡ് ബോൺ മാരോയിലാണ്. RBCയുടെ സാധാരണ ഗതിയിലെ ലൈഫ് സ്പാൻ, ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് 120 days ആണ്. അതിനുശേഷം അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും.
സ്പ്ലീനിൽ വെച്ച് ഡിസ്ട്രോയ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് സ്പ്ലീനിനെ ഗ്രേവ് യാർഡ് ഓഫ് RBC എന്ന് പറയും. സ്പ്ലീനിൽ വെച്ചിട്ടാണ് RBC ഡിസ്ട്രക്ഷൻ നടക്കുന്നത്. സോ സ്പ്ലീൻ ഈസ് കോൾഡ് ഗ്രേവ് യാർഡ് ഓഫ് RBC. ഇത്രയുമാണ് RBCയെക്കുറിച്ച് പറയാനുള്ളത്. എന്തൊക്കെയാണ് RBC എന്ന് പറയുമ്പോൾ എൻ്റെ റെഡ് കളറാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. നോർമൽ കേസിൽ ഹീമോഗ്ലോബിൻ്റെ ലെവല് 12 to 16 gram per 100 ml ആണ്. RBCയുടെ നോർമലായിട്ടുള്ള ലൈഫ് സ്പാൻ 120 days ആണ്. സാധാരണ RBCയുടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ 5 to 5.5 million per mm³. അതുപോലെ RBCs ആർ ഫോംഡ് ഇൻ റെഡ് ബോൺ മാരോ. RBCയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ അങ്ങനത്തെ ഒന്നുമില്ല. അതുപോലെ ബൈ കോൺകേവ് ഡിസ്ക് ഷേപ്പ് RBC ആണ്. മേജറായിട്ടുള്ള ഫങ്ഷൻ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ്റെയും ട്രാൻസ്പോർട്ടാണ്. ഫോംഡ് എലമെൻറ്റ്സിൽ അടുത്തതായിട്ട് വരുന്ന സെൽസാണ് WBC. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതൊരു ഒരു പാരഗ്രാഫായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിലിത് പോയിൻറ്റ്സ് ആയിട്ട് തന്നിരിക്കുകയാണ്. അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. WBCs ആർ അതർവൈസ് നോൺ ആസ് ല്യൂക്കോസൈറ്റ്സ്. മക്കളെ നേരത്തെ പറഞ്ഞൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഗ്രേവ് യാർഡ് ഓഫ് RBC എന്ന് പറയുന്നത് ഏതാണ്? സ്പ്ലീനാണ്. ഇനി WBCs ആർ അതർവൈസ് കോൾഡ് ല്യൂക്കോസൈറ്റ്സ്. അതിന് കളറില്ല. ദേ ആർ കളർലെസ്. കാരണം എന്താ? അവർക്ക് ഹീമോഗ്ലോബിൻ ഇല്ല. അതുപോലെ അവർ ന്യൂക്ലിയേറ്റഡ് ആണ്. അതേസമയം RBC ന്യൂക്ലിയേറ്റഡ് ആയിരുന്നില്ല. ആൻഡ് റിലേറ്റീവ്ലി ലെസ്സർ നമ്പർ വിച്ച് ഇസ് ആവറേജ് 6000 to 800 mm³. അതായത് WBCയുടെ കൗണ്ട് നമ്മൾ RBC നോക്കുമ്പോൾ കുറച്ചും കൂടി കുറവാണ്. RBCയുടെ എത്ര പറഞ്ഞേ? RBCയുടെ 5 to 5.5 million per cubic millimeter ആണ് പറഞ്ഞിരുന്നത്. പക്ഷേ WBCയുടെ കൗണ്ട് അത്രയ്ക്കൊന്നും വരില്ല. WBCയുടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ 6000 to 8000 mm³ വരുള്ളൂ. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ ഫോംഡ് ഇൻ ബോൺ മാരോ, ലിംഫ് ഗ്ലാൻഡ്സ് ആൻഡ് സ്പ്ലീൻ. ഈ WBC ഉണ്ടാക്കുന്നത് ബോൺ മാരോയിൽ, ലിംഫ് ഗ്ലാൻഡ്സിൽ, സ്പ്ലീനിലൊക്കെയാണ്. ഇനി WBCയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ഇൻ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പുറമേ നിന്ന് വരുന്ന ഒരു ഫോറിൻ പാർട്ടിക്കിൾ അതിനെതിരെ ആക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ WBCയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് പാർട്ട് ഇൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. അതാണ് WBCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ. WBC ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ WBC രണ്ടായിട്ട് തിരിക്കാം: ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എ ഗ്രാനുലോസൈറ്റ്സ്. ബ്രോഡ് ക്ലാസിഫിക്കേഷനിൽ WBC രണ്ടായിട്ട് തിരിക്കാം: ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എ ഗ്രാനുലോസൈറ്റ്സ്. അപ്പോൾ WBC രണ്ട് തരത്തിലാണ് മെയിനായിട്ട് ഡിവൈഡ് ചെയ്യുക. WBCയുടെ ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എ ഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈറ്റോപ്ലാസ്റ്റിൽ ഗ്രാന്യൂൾസ് ഉണ്ട്. എ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സൈറ്റോപ്ലാസ്റ്റിൽ ഗ്രാന്യൂൾസ് ഇല്ല. ഇങ്ങനെയാണ് WBC രണ്ടായി തിരിക്കുന്നത്: ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എ ഗ്രാനുലോസൈറ്റ്സ്. എ ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നതാണ് ലിംഫോസൈറ്റും മോണോസൈറ്റും. ഗ്രാനുലോസൈറ്റിൽ വരുന്നതാണ് ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ. ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നത് ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ. നിങ്ങൾക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ അറിയാം. ഇതിൽ ഈ കാണുന്നത് മോണോസൈറ്റാണ്, ഇത് ലിംഫോസൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും സൈറ്റോപ്ലാസ്റ്റിൽ ഗ്രാന്യൂൾസ് ഇല്ല. അതുകൊണ്ട് അവരെ എ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നു. അതേസമയം ബാക്കിയുള്ള ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റിൽ ശരിക്കും ഗ്രാന്യൂൾസ് ഇല്ല കേട്ടോ. ഡയഗ്രാം വരച്ചിരിക്കുന്നതിൻ്റെ ഒരു തെറ്റാണ്. മോണോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാന്യൂൾസ് ഇല്ല. അപ്പോൾ മോണോസൈറ്റിനെയും ലിംഫോസൈറ്റിനെയുമാണ് എ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയാം. ഇനി ഏറ്റവും കൂടുതൽ കാണുന്ന WBC ആണ് ന്യൂട്രോഫിൽ. ഏറ്റവും കുറവ് കാണുന്നത് ബേസോഫിൽ. ന്യൂട്രോഫിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സെല്ലാണെങ്കിൽ ആ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഒരു ഫോറിൻ പാർട്ടിക്കിൾ വന്നാൽ ഈ ഫോറിൻ പാർട്ടിക്കിളിനെ ഈ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കും. ഉള്ളിലേക്ക് എടുക്കും, ഇങ്ങനെ ഉള്ളിലേക്കാക്കും ഗ്രാജുവലി. എന്നിട്ട് ആ ഫോറിൻ പാർട്ടിക്കിൾ അപ്പോൾ എന്ത് ചെയ്യും? ഈ സെല്ലിൻ്റെ, ഇതാണ് സെല്ലെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറി
എന്നിട്ട് സെല്ലിൻ്റെ ഉള്ളിലുള്ള സ്പെഷ്യലൈസ്ഡ് എൻസൈം ഉപയോഗിച്ച് ഈ ഫോറിൻ പാർട്ടിക്കിളിനെ ഡിസ്ട്രോയ് ചെയ്യാം. അതിനാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രോഫിൽ ഒരു മേജറായിട്ടുള്ള ഫാഗോസൈറ്റിക് സെൽസാണ്. ദേ ആർ ഓൾസോ കോൾഡ് സോൾജിയേഴ്സ് ഓഫ് ദി ബോഡി. ന്യൂട്രോഫിൽസ് ആർ ദ സോൾജിയേഴ്സ് ഓഫ് ദ ബോഡി. ഇനി അടുത്ത് വരുന്നതാണ് ഈസ്നോഫിൽ എന്ന് പറയുന്നത്. ഈസ്നോഫിലിൻ്റെ ഫംഗ്ഷൻ ദേ റെസിസ്റ്റ് ഇൻഫെക്ഷൻസ് ആൻഡ് ഓൾസോ കോസ് അലർജിക് റിയാക്ഷൻസ്. ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പാത്തജൻസ് കൊണ്ടുണ്ടാകുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്. അലർജിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്, പക്ഷേ ഇറ്റ് ഈസ് ഹൈറ്റൻഡ്. അതായത് ഹൈറ്റൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്, ക്രമത്തിലധികമുള്ള എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസിനാണ് അലർജി എന്ന് പറയുന്നത്. അപ്പോൾ അലർജിക് റിയാക്ഷനൊക്കെ സഹായിക്കുന്നത് ഈസ്നോഫിലാണ്. അതുപോലെ അടുത്ത ഗ്രൂപ്പാണ് ബേസോഫിൽ. ദേ സെക്രീറ്റ് ഹിസ്റ്റമീൻ, സെറട്ടോണിൻ, ഹെപ്പാരിൻ, അതിനെയൊക്കെ സെക്രീറ്റ് ചെയ്യും. അതാണ് ബേസോഫിലിൻ്റെ ഫങ്ഷൻ. ആൻഡ് ഓൾസോ കോസ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്. ഇനി അടുത്തതാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. മോണോസൈറ്റാണ് ഏറ്റവും ലാർജസ്റ്റ് WBC. അടുത്ത ഗ്രൂപ്പ് എ ഗ്രാനുലോസൈറ്റ്സ്. മോണോസൈറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ഫാഗോസൈറ്റോസിസ് ആണ്. അതായത് സെല്ലിനെ ഫോറിൻ പാർട്ടിക്കിളിനെ എൻഗൾഫ് ചെയ്യുക, എന്നിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യുക. ഇനി അടുത്ത എ ഗ്രാനുലോസൈറ്റ് ആണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ലിംഫോസൈറ്റ് സ്മോളസ്റ്റ് WBC ആണ്, പക്ഷെ അതിന് വലിയ ന്യൂക്ലിയസ് ആയിരിക്കും. നോക്കിയേ, ലിംഫോസൈറ്റിൻ്റെ WBCയുടെ സൈസ് കുറവാണ്, പക്ഷെ ന്യൂക്ലിയസ് വലുതാണ്. അതായത് സൈറ്റോപ്ലാസ്മിക് കമ്പോണൻസ് വളരെ കുറവായിരിക്കും. ലിംഫോസൈറ്റ്സ് 2 തരത്തിലുണ്ട്, ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും. അതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഇമ്മ്യൂൺ റെസ്പോൺസാണ്. നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞില്ലേ, ആ ആൻറ്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് പ്രോട്ടീൻസ് വിച്ച് ആക്ട് എഗൻസ്റ്റ് ആൻറ്റിജൻസ് അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസ്. പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണലായിട്ട് വരുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെതിരെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനേഷ്യസ് സബ്സ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, ആൻറ്റിബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിബോഡി സെക്രീറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ബി ലിംഫോസൈറ്റിനും ടി ലിംഫോസൈറ്റിനും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് WBC, RBC മേജറായിട്ടുള്ള ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. RBCയുടെ റെഡ് കളറാണ് ഡ്യൂ ടു ഹീമോഗ്ലോബിൻ. സ്പ്ലീനിനെയാണ് ഗ്രേവിയാർഡ് ഓഫ് RBC എന്ന് പറയുന്നത്. ഇതാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. സ്പ്ലീനിനെയാണ് ഗ്രേവിയാർഡ് ഓഫ് RBC എന്ന് പറയുന്നത്. RBCയുടെ ലൈഫ് സ്പാൻ 120 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ RBC നശിക്കുന്നത് സ്പ്ലീനിൽ വെച്ചിട്ടാണ്. RBCയുടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ 5 to 5.5 മില്യൺസ് ഉണ്ട്. അത് ഫോം ചെയ്യുന്നത് റെഡ് ബോൺ മാരോയിലാണ്. RBCയുടെ സ്ട്രക്ചറിലെ പ്രത്യേകത ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണ്. അതുപോലെ ഏറ്റവും മേജർ ഒരു ക്യാരക്ടറാണ് ന്യൂക്ലിയസ് ഇല്ല. മൈറ്റോകോൺട്രിയ, ഗോൾജി അങ്ങനത്തെ ഒന്നുമില്ല. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ട്രാൻസ്പോർട്ടാണ്, അതായത് ഗ്യാസ് ട്രാൻസ്പോർട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, കാർബമിനോ ഹീമോഗ്ലോബിൻ, ഓക്സി ഹീമോഗ്ലോബിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത് വരുന്ന WBC കളർലെസ് ആയിട്ടുള്ള സെൽസാണ്. അതിൻ്റെ ലൈഫ് സ്പാൻ കുറച്ചും കൂടെ കുറവാണ്, 1 to 15 ഡേയ്സേ ഉള്ളൂ. പക്ഷേ കൗണ്ട് എന്ന് പറഞ്ഞാൽ 6000 to 8000 മില്ലിമീറ്റർ ക്യൂബാണ്. ഫോം ചെയ്യുന്നത് ബോൺ മാരോയിൽ, ലിംഫ് ഗ്ലാൻഡ്, സ്പ്ലീനിലൊക്കെയാണ്. ന്യൂക്ലിയേറ്റഡ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ്, അതായത് ഡിഫെൻസ് മെക്കാനിസം. WBC 2 തിരിക്കാം, ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എ ഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നതാണ് ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ. എ ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നതാണ് മോണോസൈറ്റും ലിംഫോസൈറ്റും. ഇതെല്ലാവരും നടത്തുന്നത് ഡിഫെൻസാണ്. പക്ഷേ ഇപ്പോൾ ന്യൂട്രോഫിലും മോണോസൈറ്റും ഒക്കെ ആണെങ്കിൽ ദാറ്റ് കോസസ് ഫാഗോസൈറ്റോസിസ്, ബിഗ് ഈറ്റേഴ്സ് എന്നൊക്കെ പറയും. ബാക്കി എല്ലാവരും റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. അത് പലതരത്തിൽ. ഈസ്നോഫിലാണെങ്കിൽ അലർജിക് റിയാക്ഷൻസിനെ കോസ് ചെയ്യുന്നു. ബേസോഫിലാണെങ്കിൽ ഹിസ്റ്റമിൻ, സെറട്ടോണിനൊക്കെ കോസ് ചെയ്ത അങ്ങനത്തെ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു. ലിംഫോസൈറ്റ് ആണെങ്കിൽ ആൻറ്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഫോംഡ് എലമെൻറ്റ്സിലെ RBC, WBC എന്ന് പറയുന്നത്. ഇനി ഫോംഡ് എലമെൻറ്റ്സിൽ വരുന്ന അടുത്ത കാറ്റഗറിയിൽ വരുന്ന ഗ്രൂപ്പാണ് ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് കളർലെസ് ആണ്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പ്രത്യേകത ദേ ആർ കളർലെസ്. അത് സെൽ ഫ്രാഗ്മെൻറ്റ്സ് ആണ് പ്രൊഡ്യൂസ്ഡ് ഫ്രം മെഗാകാരിയോസൈറ്റ്സ്. മെഗാകാരിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബോൺ മാരോയിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിന് പറയുന്ന പേരാണ് മെഗാകാരിയോസൈറ്റ്സ്. ഈ മെഗാകാരിയോസൈറ്റ്സിൽ നിന്നാണ്
പ്ലേറ്റ്ലെറ്റ്സുകൾ രൂപം കൊള്ളുന്നു, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവുന്നു. സാധാരണഗതിയിൽ 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവും 1 മില്ലിമീറ്റർ ക്യൂബിൽ. പ്ലേറ്റ്ലെറ്റ്സ് കുറേ ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യും ബ്ലഡിലേക്ക്. ആ ഫാക്ടേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊയാഗുലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോട്ടിങ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ്. അത് നോൺ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽ ഫ്രാഗ്മെൻറ്റ്സ് ആണ് ഈ ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ക്ലോട്ടിങ് ഡിസോർഡേഴ്സൊക്കെ ഉണ്ടാവും. അതായത് അപ്പോൾ ബ്ലഡ് ലോസ് കൂടും, ക്ലോട്ടിങ് മര്യാദയ്ക്ക് നടക്കാതിരിക്കുക, അതൊക്കെയാണ് പ്ലേറ്റ്ലെറ്റ്സ് കുറയാനുള്ള പ്രശ്നം. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ വേറെ പേരാണ് ത്രോംബോസൈറ്റ്സ്. ദേ ആർ സെൽ ഫ്രാഗ്മെൻറ്റ്സ് produced from the megakaryocytes and their number ranges from 1.5 to 3.5 lakhs per millimeter cube and their lifespan is 7 days. ഇതിൻ്റെയാണ് 7 days. ആർ ബി സിയുടെ ആകുമ്പോഴോ 1 to 15 days ആണ്. ആർ ബി സിയുടെ 120 days, ഡബ്ല്യു ബി സിയുടെ 1 to 15 days. Then it is formed from megakaryocytes in the bone marrow and their structure is they are non-nucleated cell fragments and the major function is blood clotting. അപ്പോൾ ഇത്രയുമാണ് ഇൻട്രൊഡക്ടറി ടോപ്പിക്സിൽ വരുന്നത്. അതായത് എന്താണ് ബ്ലഡിൻ്റെ മേജർ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഇത്രയുമാണ് ഇപ്പോൾ പറയുന്നത് ഫസ്റ്റ് സെഷൻ. ഓക്കെ, ബ്ലഡ് എന്താണ്, ബ്ലഡിൻ്റെ മേജർ കമ്പോണൻസ്, ഫോംഡ് എലമെൻറ്റ്സ്, പ്ലാസ്മ, ഓരോന്ന് എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്.